ഇനിയൊരു പെൺകുട്ടിയും കൂടി ചതിക്കപ്പെടാതിരിക്കാൻ എലിസബത്ത് എല്ലാം തുറന്നു പറയുന്നു. അയാൾ വേറെ പെണ്ണുങ്ങളിനൊക്കെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. നമ്മൾ പോലീസ് മാത്രമല്ല, ഗുണ്ടകളും കൂടിയില്ലേ? അത് ഓൾറെഡി അറിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ബാല എലിസബത്ത് ഇഷ്യൂവിൽ ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആയിട്ടാണ് എലിസബത്ത് വന്നിരിക്കുന്നത്. ഒരു കസ്തൂരി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നും വന്ന കമൻസിന് റിപ്ലൈ ആയിട്ടാണ് എലിസബത്ത് ഇതിന് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു മണിക്കൂർ നീണ്ട വീഡിയോ ആണിത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചത്, ബാല എന്ന് പറഞ്ഞ ആക്ടർ എന്താണ്, എലിസബത്തും ബാലയും തമ്മിലുള്ള ഇഷ്യൂസ് എന്തായിരുന്നു, എന്തുകൊണ്ട് അവരുടെ റിലേഷൻ മുന്നോട്ട് പോയില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വീഡിയോയിൽ എലിസബത്ത് പറയുന്നുണ്ട് അവരുടെ ഫാമിലിക്കും അറിയായിരുന്നു ബാല ഒരു പല ലേഡീസായിട്ട് റിലേഷനുള്ള ഒരാളായിരുന്നു. ഇനി അങ്ങനെ സംഭവിക്കില്ല, എലിസബത്തിനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നു. അതായത് നമ്മൾ നാട്ടിലൊക്കെ ചിലർ പറയില്ലേ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൻ്റെ സ്വഭാവം നന്നാവും, അങ്ങനെ ആൾ ഇനിയെങ്കിലും നന്നാവും എന്നുള്ള രീതിയിലാണ് ഈ സെക്കൻഡ് കല്യാണവും കാര്യങ്ങളും. കല്യാണമായിട്ട് നടന്നിട്ടില്ല എന്ന് പറയുന്നു, ലീഗലി മാരീഡ് അല്ല എന്ന് പറയുന്നു, നടത്തിയത് എന്ന് പറയുന്നു. അവസാനം പക്ഷേ എലിസബത്തിന് അവിടുന്ന് പോവേണ്ടി വന്നത്, അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി പോവാൻ കാരണം അവർ മറ്റൊരു സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് എന്നും അതിൽ പറയുന്നുണ്ട്. അപ്പം അതാരും ആവാം. ഞാനത് കല്യാണമെന്ന് വിചാരിച്ചു, എന്നോട് അത് കല്യാണമെന്ന് പറഞ്ഞു. പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം അതെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവരും പറഞ്ഞായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ മീഡിയയിലുള്ള ആള്. എനിക്കറിയാം ഇയാളുടെ ഹൊറോസ്കോപ്പ് ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അതായത് ആക്ടർ ബാലയ്ക്ക് മറ്റ് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ റീസൺ. അത് എലിസബത്ത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എലിസബത്ത് അവരുടെ വീട്ടിൽ നിന്നും പോകേണ്ടി വന്നത്. ഇപ്പോഴാണ് സത്യത്തിൽ എലിസബത്ത് ആ കാരണം പുറത്ത് പറഞ്ഞത്. കാരണം എലിസബത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പലരും ഇങ്ങനെ കമൻറ്റുകൾ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഈ കസ്തൂരി എന്ന് പറഞ്ഞ ഈ അക്കൗണ്ടിൽ നിന്ന് വരുന്ന കമൻസ് ടോട്ടലി എലിസബത്തിനെതിരെയായിരുന്നു. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്തുകൊണ്ടാണ് എലിസബത്ത് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ നമുക്ക് കാണാം. അയാൾ വേറെ പെണ്ണുങ്ങളിനൊക്കെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. നമ്മളിനി മക്കാര് വിളിച്ച് പറയുമല്ലോ കുറച്ചു കാലം അവിടെ നിന്നല്ലേ, അപ്പം അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. പക്ഷേ ഇങ്ങനെ കല്യാണം കഴിക്കുന്നൊന്നും വിചാരിച്ചില്ല. അത് ഓൾറെഡി അറിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇറങ്ങി പോകുന്നത്. അതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡോക്ടർ എലിസബത്ത് ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആക്ടർ ബാലയ്ക്കും എലിസബത്തിനും ഇടയിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് നേരത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറേ തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് മാറ്റാമായിരുന്നു. അതായത് ഇപ്പോൾ പലരും ആക്ടർ ബാലയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന പലതിനും അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് എലിസബത്ത് ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത്. അത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമുക്കിങ്ങനെയുള്ള പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും നമുക്ക് മാറ്റാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡോക്ടർ എലിസബത്ത് ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആക്ടർ ബാലയ്ക്കും എലിസബത്തിനും ഇടയിലുണ്ടായ പ്രശ്നങ്ങളും. സംഭവം ശരിയാണ്, നമ്മളൊരു റിലേഷൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലേക്കുമ്പോൾ അവരുടെ സ്വകാര്യത പുറത്ത് പറയാതെ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇഷ്യൂസ് പുറത്ത് പറയാതെ അത് മാന്യമായി മുന്നോട്ട് കൊണ്ടുപോയി ഡിവേഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്താണെന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ നമ്മളതൊരു വിഷയമാക്കാണ്ട് ചെയ്യുന്നതാണ് അതിൻ്റേതായ ഒരു രീതി. പക്ഷേ പല സന്ദർഭങ്ങളിലും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സ്ത്രീകൾ കുറ്റക്കാരാണ്. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ആരായിക്കോട്ടെ കുറ്റക്കാരാവുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്ക് മാറ്റാൻ പറ്റും. അത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു.